നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല്, കടം പ്രശ്നത്തിന് നാം ചെയ്യ വേണ്ടിയ ഒരു മുഖ്യമായ വഴിപാട്. നമ്മുടെ കടം തീരുന്നതിന് എത്രയോ വഴിമുറകൾ നമ്മുടെ ചാനലിൽ കണ്ടിരിക്കുന്നു. സ്വിച്ച് വേർഡ്സ്, ഏഞ്ചൽ നമ്പർ, നമ്മുടെ വീട്ടിൽ ചെയ്യ വേണ്ടിയ പരിഹാര വഴിമുറകള്, അങ്ങനെ നിറയെ വിഷയങ്ങള് നമ്മുടെ ചാനലിൽ നമ്മൾ കണ്ടിരിക്കുന്നു. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. മീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പോ നിങ്ങൾ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ 16 വെള്ളിയാഴ്ച കണ്ടിന്യൂസ്ലി ചെയ്യണം. അതല്ല നിങ്ങൾ വ്യാഴാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 16 വ്യാഴാഴ്ച. ഏത് ദിവസമാണോ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ 16 ആഴ്ച കണ്ടിന്യൂസ്ലി ചെയ്യണം. കണ്ടിന്യൂസ്ലി ചെയ്യണമെന്ന് വെച്ചാൽ ആരാലും ചെയ്യാൻ പറ്റില്ല. പെൺകൾ വന്നിട്ട് ലേഡീസിന് പീരീഡ്സ് ടൈം വരുമ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അത് കൗണ്ട് ചെയ്ത് ചെയ്തോളുക. ശരിയാ? സോ 16 മീൻസ് ഒരു കണക്കാണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ 16 ആഴ്ച ചെയ്തോളുക. ഈ 16 ആഴ്ചയിൽ നിങ്ങൾ ഈ വഴിപാട് ചെയ്ത് തീർക്കുന്നതിനകത്ത് നിങ്ങളുടെ കടം അത് എത്ര വലുതാണോ അതിന്റെ കടഭാരം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കടം നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റും. അതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന്. ശരിയാ? ഇതിനു വേണ്ടി ഒരു പൊരുൾ എന്താ വെച്ചാല് കൊല്ലുപരിപ്പാണ്. മുതിര എന്ന് പറയില്ലേ, അത് കാണുന്നില്ലേ നിങ്ങള്? എന്തിനാ ഇത് എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാല്, കടം എന്നതിന് നിങ്ങൾക്ക് യോജിക്കാം. ഇപ്പോ ചൊവ്വാഴ്ച എന്നാല് തോരപ്പരിപ്പ് ചൊവ്വ ഭഗവാന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊല്ല് എന്നത് കേതു ഭഗവാന്റെ ധാന്യം. രാഹു കേതു എന്നത് നിഴൽ ഗ്രഹങ്ങള്. ശനി ഭഗവാൻ അപ്പുറം നമ്മൾ ഭയപ്പെട വേണ്ടിയ അടുത്ത ഗ്രഹം ഏതാന്ന് ചോദിച്ചാല് അത് രാഹു കേതു ആണ്. അതിൽ വന്നിട്ട് രാഹുവിന് രാഹുകാലം എന്നും കേതുവിന് യമകണ്ഠ കാലം എന്നുമാണ്. ശരിയാ? ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഒരു വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച എപ്പോ യമകണ്ഠകാലം വരുന്നു എന്ന് ചോദിച്ചാല് 6 to 7:30. ശരിയാ? ആ 1.5 മണി നേരമാണ് യമകണ്ഠകാലമായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ദിവസമാണോ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് കാലണ്ടറിൽ നോക്കിയിട്ട് ചെയ്തോളുക. നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, ഇത് വന്നിട്ട് നമ്മൾ വിനായകർക്ക്, ഗണപതി ഭഗവാന് മുന്നിൽ ചെയ്യണം. നിങ്ങളുടെ വീടിന് അടുത്തിരിക്കുന്ന അമ്പലം ഏതായാലും അവിടെ വിനായകരുടെ പ്രതിഷ്ഠ ഉണ്ടാവും. നിങ്ങൾ ഒരു അകൽ വിളക്ക്, അതായത് മൺവിളക്ക് എടുത്തോളുക. കുറച്ച് എണ്ണയും വെള്ളത്തിരിയും എടുത്തോളുക. അവിടെ പോയി നിങ്ങൾ ദീപം ഏറ്റിയിട്ട് ഈ കൊല്ലുപരിപ്പില്ലയാ, അതില് 7 കൊല്ലുപരിപ്പ് അതില് പോടണം. ഇപ്പൊ ഒരു ദീപം ഏറ്റിനാലും ശരി, 2 ദീപം ഏറ്റിനാലും ശരി, അത് നമ്മളുടെ ഇഷ്ടമാണ്. കൊല്ലുദീപം എന്നത് 6 to 7:30 ഈവനിങ് ടൈമിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അടുത്തുള്ള ഏത് പ്രതിഷ്ഠയുള്ള കോവിലിലും ഇപ്പൊ വന്നിട്ട് വിനായകരുടെ പ്രതിഷ്ഠയിരിക്കും. അവിടെ പോയിട്ട് നിങ്ങൾ അകൽ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് അതിൽ ഒരു 7 കൊല്ലുപരിപ്പിട്ടിട്ട് ദീപം വെച്ചോളുക. ഇത് നിങ്ങൾ ഓരോ വീക്കിലും ചെയ്തു വരുമ്പോൾ തീർച്ചയായും 16 വീക്ക് അത് കണ്ടിന്യൂസ്ലി ചെയ്തു വരുമ്പോൾ 16 വീക്ക് തികയുമ്പോൾ നിങ്ങളുടെ ആവശ്യവും നടന്നു കിട്ടും. വേറൊന്നുണ്ട്, നിങ്ങൾ ഈ 16 ആഴ്ച കണക്ക് വെച്ചിരിക്കുന്നല്ലോ, ഈ 16ാമത്തെ ആഴ്ച, അതായത് ലാസ്റ്റ് ഡേ നിങ്ങൾ ഇത് ദീപം വയ്ക്കുമ്പോൾ നിങ്ങളുടെ കൈകളാലെ കറുകപ്പുല്ല് കെട്ടി ഭഗവാന് മാല കൂടെ ചാർത്തിക്കൊള്ളുക. അതല്ല നിങ്ങൾക്ക് കൈകളാലെ കെട്ടാൻ പറ്റില്ല വെച്ചാല് നിങ്ങൾ കടയിലും വാങ്ങി പൊടിക്കൊള്ളുക. ശരിയാ? ഇത് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ലാസ്റ്റ് തീരുന്നതിന്റെ അന്ന് നിങ്ങൾ ഈ ദീപം വച്ചതിന് ശേഷം നിങ്ങൾ ആർക്കെങ്കിലും ഒരാളിന് ഈ കൊല്ല്, ഒരു 1 കിലോ കൊല്ല് വാങ്ങി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു 1/2 കിലോയോളം എടുത്തിട്ട് ആർക്കെങ്കിലും കൊല്ല്, വെറ്റിലയും അടയ്ക്കാവും എല്ലാം വെച്ചിട്ട് കൊടുക്കുക. അവർക്കത് ദാനമായിട്ട് കൊടുക്കുക. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ വീടിനടുത്തുള്ള ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇത് നിങ്ങൾ ദാനമായിട്ട് കൊടുക്കണം. ശരിയാ? ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി.
അത് ആർക്ക് വേണോ ചെയ്യാം, ആൺകൾക്കും ചെയ്യാം പെൺകൾക്കും ചെയ്യാം. ബട്ട് ശുദ്ധബദ്ധമായിരിക്കണം എന്നത് നിർബന്ധം. ദാറ്റ് മീൻസ് കോവിലിൽ പോയി ചെയ്യുന്നതിനാല് നിങ്ങൾക്ക് പീരീഡ്സ് ആയാൽ പോവില്ലല്ലോ. പക്ഷേ നിങ്ങൾ അന്നത്തെ ദിവസം നോൺ വെജ് കഴിക്കാനേ പാടില്ല. പിന്നെ വേറെ ഏതാ പിറപ്പിറപ്പത്തിയിട്ട് ഏതാവത് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പോവാൻ പാടില്ല. ശരിയാ? നിറയെ പേരുടെ കൂടെ നോൺ വെജ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, വിളക്കെല്ലാം ഏറ്റി വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് രാത്രി കഴിക്കാമോ എന്ന് ചോദിക്കും. ഒരു നാള് നോൺ വെജ് കഴിച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വഴിപാട് നിങ്ങൾ ചെയ്യുമ്പോൾ നോൺ വെജ് അന്നത്തെ ദിവസം എടുക്കാനേ പാടില്ല. ജീവകാരുണ്യം എന്നത് ഒത്തിരി മുഖ്യമായ ഒരു ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സോ പറ്റുന്നിടത്തോളം ഇതുപോലുള്ള ദൈവിക വിഷയങ്ങൾ, അതായത് ദീപമേറ്റുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ദിവസം മാത്രമെങ്കിലും നിങ്ങൾ നോൺ വെജ് കഴിക്കാതിരിക്കുക. ഇത് നിങ്ങളൊരു വഴക്കമാക്കി വെച്ചോളൂ. അപ്പോൾ പിന്നെ നിങ്ങളത് അതിനൊക്കെ അഡാപ്റ്റ് ആയിക്കോളും. സോ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. കേതു ഭഗവാൻ ഒരുക്കിയ ധാന്യം ഏതാന്ന് ചോദിച്ചാൽ അത് കൊല്ലുപരിപ്പ്. സോ കേതുക്ക് മിക മുഖ്യമായി നമ്മൾ വഴിപെട വേണ്ടിയ ഭഗവാൻ വന്നിട്ട് വിനായകര്, ഗണപതി ഭഗവാൻ. സോ നമ്മൾ വിനായക സന്നിധിയില് കേതു കുരുകിയ ധാന്യമായ കൊല്ലുപരിപ്പ് വെച്ച് ഒരു ദീപം ഏറ്റുക. ഇത് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുകയല്ലേ. അങ്ങനെ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ നടുവില് ഞായറാഴ്ച സൺഡേസ് വരുംല്ലേ, ആ ഞായറാഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ കൊല്ലുധാന്യം ഇല്ലയാ, കുതിര വളർത്തുമില്ലേ. ഇപ്പോ നമ്മുടെ സറൗണ്ടിങ്ങിൽ ഇല്ലെങ്കിൽ കുറച്ച് മാറിയാലും കുതിര വളർത്തുന്ന ഇടം ഉണ്ടാവും. അപ്പൊ അവർക്ക് നിങ്ങൾ ഈ കൊല്ലുപരിപ്പ് അത് കുതിരകൾക്ക് കൊടുക്കാവുന്നതാണ്. ശരിയാ? ഇല്ലെങ്കിൽ രാവിലെ നിങ്ങൾ ഞായറാഴ്ച സൂര്യഭഗവാൻ ഉദിക്കുംല്ലേ, 5:45 6 മണിക്കുള്ളില്, ആ ടൈമില് നിങ്ങൾ സൂര്യഭഗവാനെ നോക്കി നിന്നിട്ട് നിങ്ങളുടെ ഇടത് കൈയിൽ ഒരു പിടി കൊല്ലുപരിപ്പ് വെച്ചിട്ട് നിങ്ങളുടെ തലയിൽ 27 തവണ ഇടതിരുന്ന് വലത് വലതിരുന്ന് ഇടത് ചുറ്റിയിട്ട് നിങ്ങൾ ആ കൊല്ലുപരിപ്പ് കൊണ്ടുപോയി പറവകൾക്ക് കഴിക്കാനും വെക്കാവുന്നതാണ്. ഇതെല്ലാം വന്നിട്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ. ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ കേതു ചൊവ്വ ചേർക്കൈ, അതുപോലെ കേതു ഗുരു ചേർക്കൈ, അതിനാലെ നമുക്ക് ഏർപ്പെടക്കൂടിയ മീൻസ് നമുക്ക് വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും, നമുക്ക് ഇരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പടിപടിയായിട്ട് അത് കുറഞ്ഞേ വരും. സോ ഇത് മാത്രം നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ. തീർച്ചയായും ജീവിതത്തിൽ ഒരു നല്ല മുന്നേറ്റം നിങ്ങൾക്ക് കിട്ടും. സോ ഈ പതിവ് വന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ കൊല്ലുപരിപ്പ് വന്നിട്ട് ഒരു 100 ഗ്രാം നിങ്ങൾ വാങ്ങി വെച്ചാലും പോതും. ദാറ്റ് മീൻസ് ഒരു വീക്കില് നിങ്ങൾക്ക് 7 കൊല്ലുപരിപ്പ് പോതും. ഇപ്പൊ 2 ദീപമാണ് എത്തണമെങ്കിൽ 7 × 2 14. ശരിയാ? സോ ചെയ്ത് നോക്കിക്കോളുക, നല്ല ഫലം കിട്ടും. പതിവ് പിടിച്ചിരുന്നാല് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.